പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ പടിപടിയായി പങ്കുവയ്ക്കുന്ന ഏഴാമത്തെ എപ്പിസോഡാണ്, ഏഴാമത്തെ വീഡിയോ ആണ് ഇത്. എൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട പലതും ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഞാൻ രോഗിയായിട്ട് ബോധമില്ലാതെ കിടന്നപ്പോൾ, കോമായിൽ ആയിരുന്നപ്പോൾ എനിക്ക് വലിയ ദൈവാനുഭവം ഉണ്ടായി. അതിനെ പരിഷ്കരിച്ച് എഴുതിയ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, നിത്യത ദർശിച്ച നിമിഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്നെ ആശുപത്രിയിലാക്കിയ ഗാബി എന്ന് പറയുന്ന എൻ്റെ കൂടെ 2000 മുതൽ വചനപ്രഘോഷത്തിന് കൂടെ വരുന്ന ഒരു സഹപ്രവർത്തക, എൻ്റെ ആധ്യാത്മ മോള്, അവൾക്കൊരു ഫോൺ കോൾ വരുന്നു ആശുപത്രിയിൽ നിന്ന്. പകൽ മുഴുവൻ പ്രത്യേക അനുമതിയോടുകൂടി ആ ഇൻറ്റൻസീവ് കെയറിൽ അടുത്തിരുന്ന് കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. വേറൊരു ഡോക്ടർ സ്ത്രീ ഉണ്ടായിരുന്നു, അന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, സ്പെയിൻകാരത്തി. അവൾ അവധിയെടുത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ടും. കാര്യം ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, അത് ആ രണ്ടുപേരും എൻ്റെ കൂടെയുള്ള അവസരം. വൈകുന്നേരം പോകണം, അവിടെ ഇരുത്തുകയല്ല. രാവിലെ വന്ന് ക്യൂവിന് വിഷമിച്ചാണ് അകത്ത് കയറ്റുന്നത്. കാര്യം അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും നേഴ്സുമാർക്ക് ഇഷ്ടമല്ല. കാരണം ആരെയും അങ്ങനെ ICUവിൽ അടുത്തിരുത്തുക പതിവില്ലല്ലോ അടുത്ത്. എന്നാൽ ഇത് പ്രത്യേകമായിട്ട് എന്നുള്ള അച്ഛനായതുകൊണ്ടും എന്നുള്ള ബഹുമാനം കൊണ്ടുമെല്ലാം അനുവദിച്ചതാണ്. വൈകുന്നേരം പോകുമ്പം ഗാബിയുടെ മനസ്സിൽ എപ്പോഴും ദൈവമേ, നേരം വെളുക്കുമ്പോൾ അച്ഛൻ കാണുമോ എന്നുള്ള ആ ഭീതിയും ആകുലതയും എല്ലാം ഉണ്ടെന്ന് ഓർക്കണം. നേരം വെളുക്കുകയും രാവിലെ 4 മണിക്ക് ഫോൺ കോൾ വന്നിരിക്കുന്നു, ഞാൻ മരിച്ചുപോയി. എൻ്റെ ശരീരം നാട്ടിലേക്ക് അയക്കാം, ഇന്ത്യക്ക് അയക്കാം. സ്വപ്നം കണ്ടെന്ന് ഓർത്തുപോയി. അത് വീണ്ടും തിരിച്ചു ചോദിച്ചു, ശരിയാണോ? അതെ, മകനെയും കൂട്ടി വാ എന്ന് പറഞ്ഞു. അവൾ മകനെയും കൂട്ടി കാറുമെടുത്ത് അരമണിക്കൂറിന് യാത്ര എണ്ണം വരാൻ കണിശമായിട്ട് അവർ പ്രാർത്ഥിക്കുകയും അത് വഴി ഓർത്തു, ഏത് പ്ലെയിനിൽ വേണം എൻ്റെ ശവം നാട്ടിലേക്ക് കൊച്ചിക്ക് അയക്കാൻ. പതിവായിട്ട് പോകുന്ന എൻ്റെ പ്ലെയിനുകളുണ്ട്, എമിറേറ്റ്സ് ഉണ്ട്, ലുഫ്താൻസ. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് വരികയാണ്. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് വരുന്നു. വരുമ്പം ഞാൻ നോർമലായിട്ട് ശ്വാസം വിട്ട് ചക്കക്കുരു പോലെ കിടപ്പുണ്ട്. സംഭവിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്പിലൊക്കെ നമുക്ക് ഈ കറുത്ത തൊലിയുണ്ടെങ്കിൽ എവിടെയും ഒരു വർണ്ണ വിവേചനമുണ്ട്. വെള്ളക്കാർക്കാണ് 1ാം സ്ഥാനം, നമ്മൾ 2ാം കിടയാണ്. ഈ എളിമ സഹിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്, വചനപ്രഘോഷത്തിന് വേണ്ടി. എവിടെ ചെന്നാലും അത് ഈ വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും. ആശുപത്രിയിൽ പ്രത്യേകിച്ച് അവർ നോക്കും, വയസ്സൻ, ഇന്ത്യക്കാരൻ, പൈസ ഒന്നും ഇല്ല, ഇൻഷുറൻസും ഇല്ല, കറമ്പൻ. പിന്നെ പ്രായമുള്ളവരൊക്കെ അങ്ങ് ചത്തു പൊക്കോട്ടെന്നുള്ള മനോഭാവമാണ് എല്ലായിടത്തും. അതുകൊണ്ട് ആദ്യത്തെ ആശുപത്രിയിൽ എനിക്ക് വേണ്ടുന്ന കെയർ കിട്ടിയില്ല. 2ാമത്തെ ആശുപത്രിയിലാണ് അത് വളരെ വിഷമിച്ച് അഡ്മിഷൻ കിട്ടിയത്. ഇതൊക്കെ നിങ്ങൾ ആ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുമുണ്ട്. അത് ഒരു നിമിഷം എൻ്റെ വെന്റിലേറ്റർ ഘടിപ്പിച്ചിരുന്ന കേബിൾ വയറ് വിട്ടുപോയി. സാധാരണ അപ്പോൾ സൈറൻ വിളി കേൾക്കാം, വന്ന് നോക്കേണ്ടതാണ്, നോക്കിയില്ല. അത്രമാത്രം അവർ എന്നോട് വിവേചനം കാണിച്ചിരുന്നു എന്ന് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നു. എന്നോട് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ അലാം കേൾക്കും, ഒരു 10 മിനിറ്റോടും അലാം വന്നിട്ട് ആരും വന്നില്ലെങ്കിൽ മരിച്ചു പോകും. പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ അന്ന് അബോധാവസ്ഥ കൊണ്ട് കഴിഞ്ഞ അവസരമായിരുന്നു. അലാം കേട്ടു, ആരും വരുന്നില്ല, എനിക്ക് മിണ്ടത്തില്ലല്ലോ, അനങ്ങത്തില്ലല്ലോ. മരിക്കാൻ ഞാൻ തയ്യാറായി. ആസ്തപ്പാട് കൂട്ടി എൻ്റെ പാപങ്ങളെല്ലാം ഓർത്ത് കർത്താവിന്റെ മാപ്പ് പറയുന്നു. അങ്ങനെയാണ് എനിക്ക് ആ മരണം സംഭവിക്കുന്നു. നേഴ്സ് വന്നപ്പോൾ നാടിയില്ല, അത് മഞ്ഞുപോലെ തണുത്ത് കിടക്കുന്നു. അപ്പോഴാണ് ഫോൺ വിളിച്ചു പറയുന്നത്. അതിനുശേഷം ഡോക്ടർമാരറിയുന്നു, അവിടുത്തെ മെയിൻ ഡോക്ടർ പ്രൊഫസർ വരുന്നു. നോക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം തോന്നി. എൻ്റെ മുകളിൽ കയറി ഇരുന്ന് എനിക്ക് കൃത്രിമമായിട്ട് ശ്വാസം തന്നാണ് ജീവൻ വന്നത്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വരുമ്പോൾ എന്നെ ജീവനോടെ സ്വസ്ഥമായി കാണുന്നത്. ഈ സംഭവം
യൂറോപ്പിലൊക്കെ തുറന്നു പറയും, മറച്ചു വെക്കുന്ന പരിപാടിയില്ല. തുറന്ന് അവരോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചാണ്, നേഴ്സിന് വന്ന നോട്ടപ്പശകാണ്, വേണമെങ്കിൽ അന്നേരം ഒരു കേസ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നതിന് പോകരുത്, നമുക്ക് ജീവൻ കത്താതെ തന്നു, കേസിന് പോകണ്ട. ഏതായാലും ശരി പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം ഈ അവസരത്തിൽ നിങ്ങൾ വായിച്ചു, അതെ എൻ്റെ ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ടു. ആത്മാവെന്ന് ഞാൻ പറയുകയില്ല, എൻ്റെ ആത്മീയ ശരീരം. നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊറിന്തോസ് 15:44. നിങ്ങൾക്ക് ഒരു ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. അത് ജ്ഞാനസ്ഥാനത്ത് കിട്ടുക. അപ്പോൾ അത് എൻ്റെ ഭൗമിക ശരീരത്തിന് വേർപെട്ടു. ഞാൻ മുകളിലേക്ക് ഉയരുമ്പോൾ എൻ്റെ ശവം, അതെ എൻ്റെ ഭൗമിക ശരീരം കട്ടിലിൽ പുറപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നു, ദൈവമേ, വീട്ടിൽ അറിയുമ്പോൾ, സഭയിൽ അറിയുമ്പോൾ, അതുപോലെ തന്നെ ഇവരൊക്കെ അറിയുമ്പോൾ എന്ത് വേദനയുണ്ടാവും. എൻ്റെ ചിന്താശക്തിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. എൻ്റെ മനസ്സിന് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാൻ ആണ് പോവുകയാണ് ഈശോയുടെ അടുക്കലേക്ക് വിധിക്കായിട്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അധികം. എൻ്റെ പുസ്തകം വായിക്കാം, കാരണം ഈ ചെറിയ വീഡിയോ ക്ലിപ്പായിട്ട് ഞാൻ തരികയായതുകൊണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് ആത്മശോധനയ്ക്കുള്ള സമയം കത്താതെ തരുന്നതും. ഞാൻ വെളിച്ചമാകാൻ ഈശോയെ കാണുന്നു, ആ വെളിച്ചത്തിൽ ക്രൂശിക്കപ്പെട്ട ഈശോയെ കാണുന്നു. ഈശോയുടെ മുമ്പിൽ വെച്ചൊരു വലിയ പുസ്തകം തുറക്കുന്നു, ജീവൻ്റെ പുസ്തകം. ഇടതുവശത്ത് മുഴുവൻ എൻ്റെ പാപങ്ങളും തിന്മകളും, വലതുവശത്ത് നന്മകൾ. ഇടതുവശത്ത് നോക്കിയപ്പോൾ ഞാൻ അനുഭവിച്ചു, ഞാൻ പറഞ്ഞ് കുംസാരിച്ചിട്ടില്ലാത്ത പാപങ്ങൾ പ്രത്യേകിച്ച് കണ്ടു. മറച്ചു വെച്ചത്, പേടിച്ച് പറയാതിരുന്നത്, കൊച്ചു പാപമാണല്ലോ പറയേണ്ടെന്ന് വിചാരിച്ചത്, ചിലത് പാപത്തെ വലിയ ബോധ്യമില്ലാത്തത്, എല്ലാം കാണിച്ചു തന്നു. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഞാൻ അനുഭവിച്ചു. ഞാൻ ചിലർ പിണക്കമുണ്ടായിരുന്നു, രമ്യപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് എഴുന്നേൽക്കുകയാണെങ്കിൽ കണിശമായിട്ട് അവരുടെ കാക്കൾ വേണ്ടി ക്ഷമ ചോദിക്കും. അപ്പോൾ ഇങ്ങനെല്ലാം പറഞ്ഞ് ഒരു കുഴലിലൂടെ പോകുന്നു. അതിനുശേഷം അത് പത്രോസ് എന്നെ അത് നിത്യതയിലേക്ക് ക്ഷണിക്കുന്നു. നരകം കാണുന്നു, ശുദ്ധീകരണസ്ഥലം കാണുന്നു. അത് ശുദ്ധീകരണസ്ഥലത്തിൽ കിടക്കുന്ന പലരെയും കണ്ടു. എൻ്റെ പിന്നെ യാത്രയാണ്. അപ്പോൾ പിന്നെ സ്വർഗത്തിൻ്റെ പടി, അത് യാക്കോബിൻ്റെ ആ പടി പോലെ, ആ കോവണി പോലെ മലാഹമാർ താഴോട്ടും കീഴോട്ടും പോകുന്ന ആ സ്ഥലത്തൂടെ അത് ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്നോർക്കണം. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനധികം പറയുന്നില്ല. അതെ, പിന്നീട് അതെ, ഞാൻ മനസ്സ് മുഴുവൻ ഈശോയെ കാണണം. അതാണ് എൻ്റെ ആശ മുഴുവൻ, മുഖാമുഖം ഈശോയെ കാണണം. ഞാൻ മരിച്ചു എന്ന് എനിക്കറിയാം, എൻ്റെ ശരീരം ഇപ്പോൾ പിണ്ടിക്ക് അയച്ചു കാണുമെന്ന് എനിക്കറിയാം, ബോധ്യമുണ്ട്. അപ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് പോവുകയാണ്, കഥാസ്വർഗം തരികയാണ്. അതുകൊണ്ടാണ് ശുദ്ധീകരണസ്ഥലം കഴിഞ്ഞു, വലിയ പ്രകാശം. അച്ചാച്ചനെ അമ്മച്ചയും എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ച പലരെയും, സന്യാസമൂഹത്തിൽ നിന്ന് മരിച്ച പലരെയും ഞാൻ കണ്ടു. അവിടെ നിന്ന് നിന്നില്ല, മിണ്ടിയില്ല, ചിരിച്ചു പോയില്ല. എനിക്ക് ഒറ്റ ഓട്ടം പോകണം, ഈശോയെ കാണാൻ. ഓടുകയല്ല, പറക്കുക. ഇവിടെ തലയെക്കൂടെയൊക്കെ ചവിട്ടിയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നി. പറന്നു പോവുക, അത് ചിന്തനീയമല്ലാത്ത ഒരനുഭവം, അനുമാനിക്കാൻ കഴിയാത്തൊരനുഭവമായിരുന്നത്. ഹൃദയം മുഴുവൻ സന്തോഷം. ഈശോയെ കാണും, ഈശോയെ കാണും. ബഹുമാനപ്പെട്ട മുണ്ടഞ്ചേരി അച്ഛൻ പഠിപ്പിച്ച പാട്ട്, യേശുവിനെ കാണണം, യേശുവിനെ കാണണം, അതിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒത്തിരി മാലാഹമാരെ കാണുന്നു, വിശുദ്ധരെല്ലാം കാണുന്നു, മാലാഹനെ ആവശ്യപ്പിതാവിനൊക്കെ കാണുന്നുണ്ട്. അവിടെ നിന്ന് നിൽക്കുന്നില്ല, എനിക്ക് പോകണം, ഈശോയെ കാണണം. ഈശോ ആണ് എൻ്റെ കേന്ദ്രം. ഞാനിങ്ങനെ ഓടി ചെല്ലുമ്പോൾ ഒരു വലിയ പ്രകാശം. ദൈവം പ്രകാശമാണ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോ അവിടെയാണ്. ഞാൻ ചുറ്റും നോക്കുകയാണ്, എവിടെയാണ് ഈശോയെ മുഖാമുഖം അത് ഞാൻ കണ്ടത്. അപ്പോഴാണ് 2 മാലാഹമാർ വെള്ളവസ്ത്രധാരികൾ. എല്ലാ മാലാഹമാരും വെള്ളവസ്ത്രധാരികളാണ്. ഇവർ പ്രത്യേകിച്ച് നല്ല പട്ടുടുപ്പ് പോലെ വലുപ്പമുണ്ട്. എൻ്റെ അടുത്ത് വന്നു, പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഫാദർ ജെയിംസ്, ഇപ്പോഴും ഞാൻ ഒക്കുന്നു ഇംഗ്ലീഷ് ഞാൻ കേട്ടത്, ജെയിംസ് അച്ഛാ, ഈശോയെ കാണണോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കാരണം ഐ വാണ്ട് ടു സീ. ഇംഗ്ലീഷിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. പെട്ടെന്ന് എന്നെ തുറിച്ച് നോക്കി പറഞ്ഞു, നിനക്ക് ഈശോയെ മുഖാമുഖം കാണണം. വേണം എന്ന് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അനുദിനം നിൻ്റെ കൈ, നീ ഈശോയെ കാണുന്നുണ്ട്, പക്ഷേ നീ കണ്ണ് തുറക്കുന്നില്ല. അതാണ് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവർ, പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം
ഭയങ്കര കൊല്ലിയാൻ മിന്നൽ, ഇടിമുഴക്കം, അവിടെയെല്ലാം കുലുങ്ങി, ഭൂമി കുലുങ്ങുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ കാണുന്നത് അരളിക്കായലെ ഈശോയാണ്. എൻ്റെ കയ്യിലേന്തിരിക്കുന്ന ഈശോയാണ് ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ടവർ, കണ്ണ് ഞാൻ തുറന്നു. ഞാൻ കട്ടിലെ കിടക്കുകയാണ്. അപ്പം ഗാബിയും റിച്ചിയും ഡോക്ടർമാരെല്ലാം എൻ്റെ ചുറ്റുമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ അനുഭവം തീർന്നു അതോടെ. അതായത് എന്നും ഞാൻ ഈശോയെ മുഖാമുഖം കാണുന്നത് എൻ്റെ ബയാറ്റിഫിക് വിഷൻ, അതായത് സ്വർഗത്തിൻ്റെ ആനന്ദം അഥവാ ആ എക്സ്പീരിയൻസ്, അതായത് ഈശോയെ സ്വർഗത്തിൽ കാണുന്നത് അനുദിന ബലിയിലാണ് എന്ന് വ്യക്തമാക്കി. ഇതാണ് നിത്യ നിർവൃതി, ഇതാണ് ബയാറ്റിഫിക് വിഷൻ, അതാണ് വിശുദ്ധ കുർബാന. എൻ്റെ വിശുദ്ധ കുർബാനയുടെ സ്നേഹവും ഭക്തിയും ആഴപ്പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാനിനിയും കാത്തിരിക്കേണ്ട, ഈ ശരീരം ശവമായിട്ട് ഇനി സ്വർഗത്തിൽ പോയി മുഖാമുഖം കാണാം. ഞാൻ ആ സക്രാരിയിൽ നോക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ വൈദികരോട് പറയാറുണ്ട്, പ്രിയ വൈദികരെ, നിങ്ങളുടെ കരങ്ങൾ മാതാവിൻ്റെ ഉദരമാണ്. ഇവിടെയാണ് ഈശോ ജനിക്കുന്നത് കുർബാന സമയത്ത്. ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ആ ജനിക്കുന്ന ഈശോയെ നീ പട്ടുമത്തെ കടത്ത് കാണാം, മാതാവ് കടത്ത് പോലെ. അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ശോശപ്പായിൽ വയ്ക്കുന്നത്. അതെ പ്രിയമുള്ളവരെ, അത് അൽത്താരയാണ് ആ പുൽക്കൂട്. നിൻ്റെ കൈകളാണ് ഈശോ ജനിക്കുന്ന അമ്മയുടെ ഉദരം. അമ്മയുടെ ഉദരത്തിൽ ഈശോ ജനിച്ചത് അങ്ങനെയല്ലേ? വചനം മാംസമായി. ഓരോ ബലിയിലും വചനം മാംസമാവുകയാണ്. ഇത് അത് തീർന്നില്ല, ഒരു ബലിയോടെ തീരില്ല. ഞാനൊരു അരളിക്കായി മാറുന്നു, ഒരു സക്രാരിയായി മാറുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ബോധ്യവും വിശ്വാസവും വർദ്ധിച്ചു. ഞാൻ ആരെ കാണുന്നുവോ, എവിടെ പോകുന്നു, അവിടെയെല്ലാം ഈശോയും കൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഒരു യാത്ര ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആണ്. മിക്കവാറും രാവിലെയാണല്ലോ ബലിയർപ്പിക്കുന്നത് ഞാൻ. എല്ലാവരും മിക്കവാറും അങ്ങനെയാണ്. ഇല്ലെങ്കിലും ആ ഈശോ കൂടെയുണ്ട്. ആ ബലിയിൽ സ്വീകരിച്ച ശരീരവും രക്തവും. ജീവിക്കുന്ന ഈശോ ആത്മാവിലും മനസ്സിലും ശരീരത്തിലുമുണ്ട്. ആത്മാവിൽ അരളിക്കായൽ എന്ന പോലെ, മനസ്സിൽ സക്രാരി എന്ന പോലെ, ശരീരം ദേവാലയം. അങ്ങനെ നീ പോവുകയാണ് ആളുകളെ കാണാൻ. ആ മറിയം എലിസബത്തിനെ കണ്ട പോലെ. അവിടെ ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലെ പ്രജ, കുട്ടി യോഹന്നാൻ, സ്നാപക കുതിച്ചു ചാടി പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ്. ഇതാണ് യഥാർത്ഥ സാക്ഷ്യ ജീവിതം, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, ഇതാണ് കരിസ്മാറ്റിക് ജീവിതം എന്ന് പറയുന്നത്. അത് വിശുദ്ധ കുർബാന നമ്മളെ അങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു. നാം ഓരോരുത്തരെയും അവിടുത്തെ പോലെ ആക്കുന്നു. അത് ഓരോ കുർബാന കഴിയുമ്പോഴും ആ പൗലോസ് പോലെ പറയാനിടയാകണം, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അത് എൻ്റെ പഴയതെല്ലാം വിസ്മരിക്കണം, പഴയതെല്ലാം ക്രൂശിക്കപ്പെടണം, അത് പഴയതെല്ലാം കുഴിച്ചു മൂടണം, സംസ്കരിക്കണം. ഉത്തിതനായ കർത്താവിനോടുകൂടി ഒന്നാവുന്നു. ഈ അനുഭവം ആണ് യഥാർത്ഥ അനുഭവം. ഇതാണ് 1 കൊരിന്ത്യർ 2:9-10 വായിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. ദൈവത്തിൻ്റെ മനസ്സ് പോലും നിനക്ക് കാണിച്ചു തരും. ഇത് ലൗകികമായുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആത്മീയമായി ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതേ അധ്യായത്തിൽ 14-ാം വചനത്തിൽ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 2:14. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ അനുഭവം നിങ്ങൾക്കുണ്ടാവട്ടെ. മറ്റുള്ളവർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. നിശ്ചയമായിട്ടും കരിസ്മാറ്റികൾ പോലും പറയും നിനക്ക് മാനസിക രോഗമാണ്, നിന്റെ ആണി പോയതാണ്, ഇതൊന്നുമല്ല വിശ്വാസം എന്ന് പറയുന്ന ലോകം നിൻ്റെ ചുറ്റിലുണ്ട്. പക്ഷേ സത്യം മക്കളെ, സ്നേഹത്തോടെ ഞാൻ തുറന്ന് പങ്കുവയ്ക്കുന്നു. ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ വരട്ടെ അനുദിനം. അങ്ങനെ വിശുദ്ധരായി കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ ഇടയാകട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കാരണമുടെ കർത്താവേ, എൻ്റെ വലിയ ദിവ്യകാരുണ്യ അനുഭവം, എൻ്റെ സ്വർഗത്തിൻ്റെ മുൻ അനുഭവമാണ് ഞാനിപ്പോൾ പങ്കുവച്ചത്.
ആ സ്വർഗത്തിൻ്റെ മുൻ അനുഭവം ദിവസക്കാര്യ അനുഭവമാണ്, ദിവകാരുണ്യ അനുഭവമാണ്, ദിവബലി അനുഭവമാണ്. ഇതെൻ്റെ അനുദിന അനുഭവമാണ്. ഇതാണ് ഞാൻ ഇവരോട് പങ്കുവച്ചത്. ഇവരെ ആഴപ്പെടുത്തണമേ വിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ, പ്രത്യേകിച്ച് ഇന്നും ജീവിക്കുന്ന, ശാരീരികമായി ജീവിക്കുന്ന ഈശോയോട് ചേർന്നുള്ള ജീവിതത്തിൽ. എത്രയോ ഭാഗ്യപ്പെട്ട ജീവിതം. ഈ ഭാഗ്യപ്പെട്ട ജീവിതം വിസ്മരിക്കാതെ കഥാവെ അനുഭവിച്ച് സന്തോഷമായിട്ട് പോകാൻ ഇവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സന്തോഷമായിരിക്കട്ടെ ഇവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത്. അവിടുന്നാണ് എൻ്റെ ആനന്ദം, അവിടുത്തെ ആനന്ദമാണ് എൻ്റെ ശക്തി എന്നും പറയാൻ ഇടയാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആ ഹൃദയത്തിൽ അർപ്പിച്ചാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.